ജനങ്ങളെ കണ്ണുനീർ കുടിപ്പിച്ച ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ആ പദ്ധതികൾ കേരള സർക്കാരിന്റെ ആണെന്ന് പറഞ്ഞ് സ്വന്തം പേരിലേക്ക് അടിച്ചുമാറ്റി പേരിന്റെ ആദ്യത്ത് കെ എന്നൊരു പേരും കൂടെ ചേർത്തുകൊണ്ടാണ് ഓരോ പദ്ധതികളും പിണറായി വിജയൻ നടത്തുന്നത്. അങ്ങനെ ജനങ്ങളെ 10 വർഷം കണ്ണിൽ പൊടിയിട്ട് ജനങ്ങളെ പറ്റിച്ച ഒരു ഭരണാധികാരി. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. അങ്ങനെ ഇനി ചരിത്ര താളുകളിൽ പിണറായി വിജയൻ അറിയപ്പെടുകയുള്ളൂ, CPM അറിയപ്പെടുകയുള്ളൂ. ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഓരോ പദ്ധതികളും കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ ജനങ്ങളെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കണമെന്ന് പിണറായി വിജയൻ ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും. കൂടാതെ പിണറായി വിജയന്റെ കൂടെ ഇരിക്കുന്ന കുറെ മണ്ടന്മാരായ ഈ ഉപദേഷ്ടാക്കള് പറയുന്നതും കേട്ടുകൊണ്ട് പിണറായി വിജയൻ കീ കൊടുത്ത പാവയെ പോലെ കടന്നു തുള്ളും. പിണറായി അതായത് പറഞ്ഞു വരുന്നത് പിണറായി കൊണ്ടുവന്ന കേരളിനെ പറ്റിയാണ്. അതിൽ കൈയിട്ട് വാരാൻ വേണ്ടി ഓരോ കമ്മിക്കൂട്ടങ്ങളും ഓരോ CPM നേതാക്കളും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, ഒരുപാട് മനക്കോട്ടകൾ കെട്ടി. പക്ഷേ ഒന്നും നടന്നില്ല. പാവം ജനങ്ങളുടെ സ്വത്തുക്കളെല്ലാം തകർക്കാനും അവിടെ ട്രെയിൻ ഓടിച്ചു കളിക്കാനുമായിരുന്നു പിണറായി വിജയനും CPM നേതാക്കന്മാരുടെയും സ്വപ്നം, അവരുടെ ആഗ്രഹം. പക്ഷേ കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടില്ല. എന്നാൽ ഇനി അത് വേണ്ട എന്ന് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാരണം UDF അധികാരത്തിൽ വന്നാൽ സിൽവർ ലൈൻ ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന് ജനങ്ങൾക്ക് വാക്കുകൊടുത്തു. ആ വാക്കിത വീണ്ടും പാലിച്ചിരിക്കുകയാണ്. അതായത് രണ്ടാം മന്ത്രിസഭാ യോഗത്തിൽ, അതായത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സിൽവർ ലൈൻ എടുത്ത് അറബിക്കടലിലേക്ക് എറിയാൻ ഉത്തരവിട്ടിരിക്കുകയാണ് VD സതീശൻ. വ്യക്തമായി പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്യാനായിട്ടുള്ള ഉത്തരവ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഭൂമി സംബന്ധമായി നിലവിലുള്ള നോട്ടിഫിക്കേഷൻ റദ്ദാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മഞ്ഞക്കുറ്റികൾ മാറ്റാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഈ ഒരു നിർണായകമായ നീക്കം നടത്തിയത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാർ പദ്ധതി പിൻവലിച്ചെങ്കിലും നോട്ടിഫിക്കേഷൻ നിലനിൽക്കുകയായിരുന്നു. സിൽവർ ലൈൻ കേരളത്തിൽ അനുകൂലമല്ല, അല്ലെങ്കിൽ സിൽവർ ലൈൻ കേരളത്തിൽ കൊണ്ടുവന്നാൽ വലിയ രീതിയിലുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകുമെന്ന് മെട്രോമാൻ E. ശ്രീധരൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും കേൾക്കാതെ പിണറായി വിജയൻ മുന്നോട്ട് പോയപ്പോഴാണ് E. ശ്രീധരൻ കേന്ദ്ര സർക്കാരിൽ തന്നെ ഒരു റിപ്പോർട്ട് കൊടുത്തത്, ഒരു കാരണവശാലും കേരളത്തിൽ സിൽവർ ലൈൻ നടപ്പിലാക്കരുതെന്ന്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും സിൽവർ ലൈനെ പിന്തുണയ്ക്കാനോ പച്ചക്കൊടി കാണിക്കാനോ പോകാത്തത്. കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പല പ്രമുഖരും പല പാരിസ്ഥിതിക ഗവേഷകരും വ്യക്തമാക്കിയിട്ടുണ്ട്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കേസുകൾ അതിന്റെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കാനുള്ള ശുപാർശ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സിൽവർ ലൈൻ പദ്ധതി ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. പദ്ധതി നടക്കുന്നില്ലെന്ന് മാത്രമല്ല, പദ്ധതി ഉപേക്ഷിച്ചിട്ടും ഇല്ല. അതായത് നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ സാധാരണക്കാർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുരോഗതിയുമില്ല. പക്ഷേ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ, ഔദ്യോഗികമായ നോട്ടിഫിക്കേഷൻ പിണറായി സർക്കാർ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഭൂമികൾ വിൽക്കാനോ അല്ലെങ്കിൽ വീടുകൾ വാങ്ങാനോ ഒന്നും തന്നെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് പറ്റുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പല വിദ്യാഭ്യാസ ലോണുകൾ, അതായത് ഭൂമി വിറ്റുകൊണ്ട് ഭൂമി ബാങ്കിൽ പണയപ്പെടുത്തിക്കൊണ്ട് ലോൺ എടുക്കാനുള്ള ഒരു കണക്കുകൂട്ടലിലായിരുന്നു, അല്ലെങ്കിൽ ഭൂമി വിറ്റുകൊണ്ട് കല്യാണം നടത്താനുള്ള പല നീക്കങ്ങളുമൊക്കെ സാധാരണക്കാരുടെ ആയിട്ടുള്ള ജനങ്ങളുടെ മനസ്സിലേക്കുണ്ടായിരുന്നു. അതെല്ലാം പിണറായി സർക്കാർ തകർക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. സിൽവർ ലൈനിനെ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രധാന തീരുമാനമെന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. സിൽവർ ലൈനിന് വേണ്ടി മഞ്ഞക്കുറ്റി കുഴിച്ചിട്ട സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് സ്ഥലം വിൽക്കാനോ പണയപ്പെടുത്താനോ പറ്റാത്ത പ്രതിസന്ധി വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾക്കിപ്പോൾ. പദ്ധതി ഉപേക്ഷിച്ച മട്ടായിട്ടും വിജ്ഞാപനം റദ്ദാക്കിയിരുന്നില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അനുമതി ലഭിച്ചാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന തീരുമാനത്തിലായിരുന്നു കഴിഞ്ഞ പിണറായി മന്ത്രിസഭ. ഇതാണ് ഇപ്പോൾ VD സതീശൻ മന്ത്രിസഭ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്.